തൊണ്ണൂറുകളിൽ ജനിച്ച കുട്ടികളുടെ ഹരമായിരുന്നു ഒരു കാലത്ത് ചില ടെലിവിഷൻ ചാനലുകളും അതിലെ പരിപാടികളും. ഏഷ്യാനെറ്റ് പ്ലസ്, കിരൺ ടിവി, കൈരളി വി തുടങ്ങിയ ചാനലുകളിലെ അവതാരകരും അതിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന പാട്ടുകളുമെല്ലാം ഇന്നും അവർക്ക് പ്രിയപ്പെട്ടതാണ്. അക്കൂട്ടത്തിലുണ്ടായിരുന്ന ക്രിസ്തീയ ഭക്തിഗാനത്തിലൂടെ മനസ്സു കവർന്ന നടിയായിരുന്നു ഷീബ ജേക്കബ്. ഏഷ്യാനെറ്റ് പ്ലസ് ചാനലിൽ രാവിലെ 6 മണിക്ക് സംപ്രേഷണം ചെയ്തിരുന്ന ദേവസംഗീതം എന്ന പരിപാടിയിൽ നാഥാ നിന്നെ കാണാൻ നിൻപാദങ്ങൾ പുൽകാൻ എന്ന പാട്ടിൽ മാലാഖയുടെ വേഷത്തിൽ സൈക്കിൾ ചവിട്ടി വന്നത് ഷീബയായിരുന്നു. പിന്നീട് ഒരു കാലത്ത് സൂപ്പർ ഹിറ്റായിരുന്ന വാൽക്കണ്ണാടിയുടെ അവതാരകയായി എത്തിയ ഷീബ പിന്നീട് സീരിയലുകളിലേക്കും എത്തി. കുഞ്ഞുദൈവം എന്ന സിനിമയിൽ കന്യാസ്ത്രീയായും അഭിനയിച്ചു. നടൻ കുഞ്ചാക്കോ ബോബൻ്റെ ഭാര്യ പ്രിയയുമായുള്ള ഷീബയുടെ രൂപസാദൃശ്യവും ഏറെ ചർച്ചയായിരുന്നു. അന്ന് മിനി സ്ക്രീനിൽ നിറഞ്ഞു നിന്ന ഷീബയുടേത് പ്രണയവിവാഹമായിരുന്നു. ഷീബ +2 പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയമായിരുന്നു. അന്ന് ഡിഗ്രി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയായിരുന്നു പ്രശാന്ത്. വീട്ടുകാർ പള്ളിയിലച്ചനാക്കാൻ ആഗ്രഹിച്ചിരിക്കവെയാണ് പ്രശാന്ത് ഷീബയുമായി പ്രണയത്തിലാകുന്നത്. പ്രശാന്തിൻ്റെ കോളേജിൻ്റെ തൊട്ടുതാഴെയായിരുന്നു ഷീബയുടെ സ്കൂൾ. അന്ന് ബാലചന്ദ്ര മേനോൻ ഒരു ടോക്ക് ഷോയ്ക്ക് വേണ്ടി ഓഡീഷൻ നടത്തിയിരുന്നു. എന്താണെന്നറിയില്ല എങ്കിലും സിനിമയിൽ എത്തിപ്പെടാൻ സാധിക്കുമെന്ന് കരുതി പ്രശാന്തും അവിടേക്ക് പോയി. അവിടെ നിന്നുമാണ് ഷീബയെ ആദ്യം കാണുന്നത്. പിന്നെ പ്രണയത്തിലാവുകയായിരുന്നു. ആദ്യം പ്രണയം തുറന്നു പറഞ്ഞത് പ്രശാന്ത് തന്നെയാണ്. തുടർന്നാണ് ഇരുവരും വാൽക്കണ്ണാടിയിലേക്കും പരിപാടി അവതാരകരായുമെല്ലാം എത്തുന്നത്. തുടർന്നായിരുന്നു പ്രണയം കൂടുതൽ പുഷ്പിച്ചതും ഇരുവരും വിവാഹിതരായതുമെല്ലാം. വിവാഹ സമയത്ത് PGക്ക് പഠിക്കുകയായിരുന്നു ഷീബ. അതിനുശേഷവും പഠനം മുടക്കിയില്ല, തുടർന്നു പഠിച്ചു. B.Edഉം M.Edഉം UGC നെറ്റുമെല്ലാം എഴുതി പാസ്സായ ശേഷം തിരുവല്ല മാർത്തോമ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ കയറുകയും ചെയ്തു. അതിനുശേഷം ഇടയ്ക്ക് ചെറുതായി മോഡലിംഗ് ചെയ്യും എന്നതൊഴിച്ചാൽ പൂർണ്ണമായും ഒരു ജോലിക്കാരിയും വീട്ടമ്മയായുമെല്ലാം ഷീബ ഇപ്പോൾ കഴിയുകയാണ്. 7 വർഷം മുമ്പ് തിരുവല്ലയിൽ ഇരുവരും ചേർന്ന് ഒരു മനോഹരമായ വീടും നിർമ്മിച്ചിരുന്നു. നല്ല ആത്മവിശ്വാസമുള്ള സ്ത്രീയും സ്വതന്ത്രയുമാണ് ഷീബയെന്ന്. എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അതിനു വേണ്ടി നിൽക്കും, പ്രയത്നിക്കും. എന്നാൽ പ്രശാന്ത് നേരെ തിരിച്ചുമാണ്. വളരെയധികം ഈഗോയുണ്ടായിരുന്ന വ്യക്തിയും മെയിൽ ഷോവനിസ്റ്റുമൊക്കെയായിരുന്നു പ്രശാന്ത്. വിവാഹം കഴിഞ്ഞ് ആദ്യകാലത്ത് മദ്രാസ് സെക്ഷൻ കോളേജിൽ പോയി പഠിക്കണമെന്ന് ഷീബ ആഗ്രഹം പറഞ്ഞപ്പോൾ അതിന് തടസ്സം നിൽക്കുകയായിരുന്നു പ്രശാന്ത് ചെയ്തത്. സെൻറ്റ് തെരേസാസിൽ പോവാമെന്ന് പ്രശാന്ത് പറഞ്ഞിട്ടും ഷീബ സമ്മതിച്ചില്ല. ഒടുവിൽ പ്രശാന്തിനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കുകയായിരുന്നു ഷീബ എന്ന മിടുക്കി. ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ ഇതിനോടകം തന്നെ പ്രശാന്തിനും തിളങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ജാവ, മധുരരാജ തുടങ്ങിയ സിനിമകളിലൂടെ അലക്സാണ്ടർ പ്രശാന്ത് എന്ന നടന് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറുവാൻ കഴിഞ്ഞു. 2 മക്കളാണ് ഇവർക്കുള്ളത്, രക്ഷിതും മാനവും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.